വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹി അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തി. വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും തിരക്കിനിടെ മാധ്യമ പ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ സംഭവിച്ചതാണെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി പറഞ്ഞു. او هغوی راغوښتي نو هغه کسانو چې کله شرکت وکړو د نورو دپاره تصمیم نه ونیولی د باندې داسې ښکاره شوه لکه ځینې خبرنګاران چې مناسبې وي په حقیقت کې یو مشخص لیست لیږل شوی و د هغه له مخې څو کسان راغلي وو نوره په دې کې کومه خاص خبره او ستونزه نه وه. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ നടപടി അത് കേന്ദ്ര സർക്കാരിനെ കൂടി വിവാദത്തിലാക്കിയതാണ്. ഈ അഫ്ഗാൻ പുതിയ നിലപാട് വിശദീകരിച്ചതിന് പിന്നാലെ ആ വിവാദത്തിൽ നിന്ന് കരകയറാൻ കേന്ദ്രത്തിന് കൂടി കഴിയുന്നുണ്ടോ ബൽറാം? റിജിത്ത്, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാജ്യത്തെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷമുണ്ടായതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആഗ്ര സന്ദർശനം മാറ്റിവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുകയും ചെയ്തത്. വാർത്താ സമ്മേളനത്തിൽ ഈ നേരത്തെ ഒഴിവാക്കിയ വിവാദത്തിൽ വിശദീകരണവും അദ്ദേഹം നൽകി. നേരത്തേത് വളരെ പെട്ടെന്ന് വിളിച്ച വാർത്താ സമ്മേളനമായിരുന്നു. സാങ്കേതിക പിഴവാണ് സംഭവിച്ചത്. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പട്ടികയിലുള്ള മാധ്യമപ്രവർത്തകരെ മാത്രമാണ് വിളിച്ചത്. അല്ലാതെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ല എന്നുള്ള വിശദീകരണമാണ് മുത്തഖി നൽകുന്നത്. റിജിത്ത്, വളരെ മറ്റൊന്ന്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. നേരത്തെ തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായതാണ്. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ഇന്ത്യയുമായി ബന്ധം കൂടുതൽ ഊഷ്മളമാവുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ പ്രാധാന്യവും നിർണായകമാണല്ലോ ബൽറാം. തീർച്ചയായും റിജിത്ത്, ഈ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ്. അതിനുശേഷം വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഒടുവിലാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. അതിനിടെ തന്നെ വ്യാപാരം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ, വാണിജ്യം, മറ്റ് നിക്ഷേപം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി മുത്തഖി അറിയിച്ചിട്ടുണ്ട്. അമൃത്സറിൽ നിന്നും കാബൂളിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസി വീണ്ടും പുനരാരംഭിക്കാൻ തീരുമാനിച്ചതോടൊപ്പം തന്നെ കാബൂളിലെ അഫ്ഗാനിസ്ഥാന്റെ ഇന്ത്യയിലുള്ള എംബസി കൂടുതൽ ഊർജ്ജസ്വലമാക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഈ പാകിസ്ഥാന് ഒരു പ്രതിരോധം തീർക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നിക്ഷേപം അടക്കമുള്ള മേഖലകളിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ ശക്തമായ നയതന്ത്ര ബന്ധം രൂപീകരിക്കാനുമുള്ള നീക്കമാണ് ഈ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. റിജിത്ത്, ശരി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തിയിരിക്കുകയാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.